അളിയ സൂര്യ, ഇവിടുത്തെ ചേച്ചിമാര് വന്നപ്പോ തൊട്ട് അളിയനെ അന്വേഷിക്കരുത് എൻ്റെ അടുത്ത്. അപ്പൊ എന്നോട് ചോദിച്ചൊരു ചോദ്യം, സൂര്യക്ക് മദ്യപാനം നിർത്താനുള്ള വല്ല പ്ലാൻ ഉണ്ടോ? ഞാൻ നിർത്തുവോ ഈ അടുത്ത് വല്ലതും? കള്ളുകൂടിയെ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല, പക്ഷെ നിർത്താനുള്ള ഉദ്ദേശമില്ല. അതെന്താ? സീരിയല് കാര്യം അല്ല, അത് എന്തുകൊണ്ടാണ്? അമ്മയായിട്ടുള്ള ഇഷ്യൂസ്. അതുകൊണ്ട് തന്നെ കള്ളു കുടിക്കുന്നത്. നീ കേട്ടില്ലേ അങ്ങാടി തോറ്റ അമ്മയോടൊന്ന്? അതാണല്ലേ അതിന് ചെറിയൊരു എക്സാമ്പിൾ ആണ്. എന്നാലും ഇങ്ങനെയൊക്കെയുള്ള ഈ സൂര്യയുടെ ഈ സ്വഭാവത്തിൽ എന്തെങ്കിലും ഒരു നന്മ കാണുമല്ലോ നന്ദിനി, അതെന്താണ്? ആ വീട്ടില് ബാക്കി എല്ലാവരിൽ നിന്നും വ്യത്യസ്തനാണ് സൂര്യ. അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ എല്ലാവരും KSFE ഹാർമണി ചിട്ടികളിൽ ചേരുന്ന 100 പേർക്ക് ബമ്പർ സമ്മാനമായി ലഭിക്കുന്നു ഒരു സിംഗപ്പൂർ യാത്ര, അതല്ലെങ്കിൽ 2 ലക്ഷം രൂപ. 2 ലക്ഷം രൂപ ആണ് സിംഗപ്പൂർ യാത്ര. അപ്പൊ ലെവൽ 2 എന്താണ് സമ്മാനമായി ലഭിക്കുന്നത്? 15,000 രൂപയുടെ സമ്മാനമാണ് കിട്ടാൻ പോകുന്നത്. ഓൾറെഡി കിട്ടിയ എയർ ഫ്രയറിന്റെയും തേപ്പോട്ടിയുടെയും കൂടെ ഒരു വാട്ടർ പ്യൂരിഫയർ, ഒരു ഇലക്ട്രിക് കെറ്റിൽ, ഒരു മിക്സർ ഗ്രൈൻഡർ, അങ്ങനെ 5 സമ്മാനം 15,000 രൂപയിലേക്കാണ് സെക്കൻഡ് ലെവൽ. ഓക്കേ, വീണ്ടും ബ്രെഡും പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഹാപ്പി പീനട്ട് ബട്ടർ. അപ്പൊ ഈ ബ്രെഡും ഹാപ്പിയുടെ പീനട്ട് ബട്ടറും വെച്ച് നമ്മൾ നല്ലൊരു കേക്ക് ഡിസൈൻ ചെയ്ത് വെക്കണം. അത് ആ കേക്ക് ഓരോ ലെയർ ആയിട്ടൊക്കെ ചെയ്ത് ഒരു കേക്കിന്റെ രൂപത്തിൽ, അതായത് ഇവര് വന്ന് ജഡ്ജ് ചെയ്യുമ്പോൾ കാണുമ്പോൾ നല്ല ഗുമ്മ് തോന്നണം. ആരുടെ കേക്കിനാണ് ആ ഗുമ്മ്, അവർക്കായിരിക്കും 15,000 രൂപ കിട്ടാൻ പോണം. Your time starts now. 60 സെക്കൻഡ് സമയമാണ്. 60 സെക്കൻഡിൽ മനോഹരമായ കേക്ക് ഉണ്ടാക്കുന്നത് ആരാണെന്ന് നോക്കാം. ഇത് അല്ല, അതല്ല, അത് ഉപയോഗിക്കാം, ഇത് ഉപയോഗിക്കാം കേട്ടോ. പറഞ്ഞു കൊടുത്തേ. അത് വെച്ചിങ്ങനെ തേച്ച് നല്ല നല്ല ആവേശത്തോടെ അങ്ങ് വാരി കോരി അങ്ങ് ഒഴി അങ്ങാട്ട്. വെരി ഗുഡ്. വെച്ചൂടെ നമ്മൾ പറയാനേ പാടുള്ളൂ, നമ്മൾ ഗൈഡ് ചെയ്യാം. ഇനി സൈഡിൽ കൂടെ ഒക്കെ എന്തെങ്കിലും ഒരു ഇഷ്ടമുള്ള ഡിസൈൻ ഉണ്ടാക്കാം. നന്നായിട്ട് കൈയടിച്ചു കൊടുത്തേ. കമോൺ. പെട്ടെന്ന് സമയം ഡെക്കറേറ്റ് ചെയ്തോ, എന്തെങ്കിലും പടമൊക്കെ വരച്ചോ, എന്തെങ്കിലും പടം. വെരി ഗുഡ്. ഡിസൈൻ ചെയ്തോ. വേറെ എന്തെങ്കിലും ഒക്കെ കൊള്ളാം. 9 8 7 6 5 4 3 2 1 0 ടൈം. മതി. അങ്ങനെ നമ്മുടെ റീത്ത ചേച്ചി കിടിലം ഒരു കേക്ക് റെഡിയാക്കിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ജഡ്ജ്മെന്റ് റെഡി ആയിട്ടുണ്ട്. പറഞ്ഞോ, ജെന്യൂൻ ആയിട്ടാണെങ്കിൽ വെള്ളം ചേർത്ത്. ഓഫ് കോഴ്സ് ഐ നോ. ജനുവിനായിട്ട് കുറച്ചുകൂടെ ഇതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അങ്ങനെ എപ്പോഴത്തെയും പോലെ വിജയ് ഇവിടെയും തോറ്റിരിക്കുകയാണ്. പാവം. വളരെ ശക്തമായ മത്സരം കാഴ്ചവെച്ച് നമുക്ക് തൽക്കാലം ഇന്ദ്ര ചേച്ചിക്ക് ഇന്നത്തെ ദിവസം ഇന്ദ്ര ചേച്ചിക്ക് കൊടുക്കാം. അത്രയല്ലേ ഉള്ളൂ. അപ്പം എന്റെ പ്രിയപ്പെട്ട റീത്താമ്മ, ഈ വേദി വിട്ടു പോകുന്നതിലുള്ള വിഷമം ഉള്ളിലുണ്ടെങ്കിലും ഒരു സമ്മാനം തന്നാണ് ഞാൻ വിടുന്നത്. രമേശ് ചേട്ടന് നല്ല കഞ്ഞിയൊക്കെ വെച്ചു കൊടുക്കാനായിട്ട് പാലക്കാടൻ നാച്ചുറൽ നെല്ലറി റൈസ് ആണ് നമ്മുടെ നന്ദിനി കുട്ടി റീത്താമ്മയ്ക്ക് തരുന്നത്. അങ്ങനെ ആളില്ലാത്ത വിജയയുടെ ടീമിൽ ഇനി മത്സരിക്കാൻ പോകുന്നത് ആരാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമാണ്. കായിൽ തുടങ്ങുന്ന ഒരുപാട് സ്ഥലങ്ങളുടെ പേര് നമുക്കറിയാം. 10 സെക്കൻഡിൽ ആരാണ് ഏറ്റവും കൂടുതൽ സ്ഥലപ്പേരുകൾ നല്ല പടപടപടപടയെന്ന് പറയുന്നത് അവർക്കായിരിക്കും ചാൻസ്. ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. അവിടെ നോക്കുക. കാപ്പാട്, കക്കോടി, കരുവന്തിരുത്തി, കല്ലായി, കണ്ടഞ്ചേരി. കഴിഞ്ഞു ട്ടോ. 5 കോഴിക്കോട്, കല്ലായി, കുറ്റിപ്പുറം, കാപ്പാട്. ആ പറഞ്ഞതിൽ നല്ല സ്പീഡിലും നല്ല സ്പോണ്ടേനിയസ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന തട്ടത്തിലെ ചേച്ചിയാണെന്ന് അല്ലേ? അപ്പൊ ഫാത്തിമ ചേച്ചിയായിരിക്കുന്നു എന്റെ ടീമിലെ അടുത്ത പോരാളി. ഞാനിതാ ഇറക്കുന്നു ഫാത്തിമ. നമ്മളെ സപ്പോർട്ട് ചെയ്ത് കുറെ നേരം കൈയടിച്ചും ചിരിച്ചും കളിച്ചൊക്കെ നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ കാണികൾക്ക് സമ്മാനം കൊടുക്കാനുള്ള ടൈമാണ്. ഓക്കെ, ചോദ്യം ഇതാണ്. പെയ്തൊഴിയാതെ എന്ന സീരിയലിലെ ചാരുവിന്റെ ബിസിനസ് എന്താണ്? അറിയാവുന്നവര് കൈപൊക്കിയാൽ. ചാരുലതയുടെ തുണിക്കച്ചവടം കറക്റ്റ് ആൻസർ ആണ്. ചേച്ചിക്ക് ലഭിക്കുന്നു ഡീപൂൾ കാർ ഷാമ്പു നൽകുന്ന ഒരു സമ്മാനം. നല്ലൊരു കൈയടി കൊടുക്കാം. ചട്ടമ്പി പാറു സീരിയലിൽ പാറുവിന്റെ യഥാർത്ഥ ഗന്ധർവൻ ആരാണ്? ആരാ ഗന്ധർവൻ? മോളുടെ കയ്യിലാണ്. ആരാണ്? ആൻസർ. അപ്പോ കറക്റ്റ് ഉത്തരം പറഞ്ഞ ആൾക്ക് മുംതാസ് ഗോൾഡ് പ്രീമിയം ക്വാളിറ്റി ബിരിയാണി റൈസ് നൽകുന്ന ഒരു ഇട്ടിവെട്ട് സമ്മാനമാണ്.
ചേച്ചി അടിച്ചു കയറി വരുമെന്ന പ്രതീക്ഷയോട് കൂടി ചേച്ചിയെ പരിചയപ്പെടാം. എന്റെ പേര് ഫാത്തിമ. കോഴിക്കോട് കോർപ്പറേഷൻ ഹരിത കർമ്മസേന അംഗമാണ്. സൗത്ത് കൺസോർഷ്യം പ്രസിഡന്റ് ആണ്. അളിയ സിബി, ഓ പറ അളിയാ. മൂന്നാമത്തെ ലെവല് 30,000 രൂപ. പ്രിയപ്പെട്ട നാട്ടുകാരെ, 30,000 ഇന്ത്യൻ റുപ്യ. ഈ ബറോട്ട മാവിന്റെ അകത്ത് നമ്മൾ പല നിറത്തിലുള്ള മോതിരങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ ആരാണ് 60 സെക്കൻഡിനുള്ളിൽ ഈ ബറോട്ട മാവിന്റെ അകത്തുനിന്ന് ഒരു ചുവന്ന മോതിരം കണ്ടെടുക്കുന്നത് അവർക്കായിരിക്കും കിട്ടാൻ പോകുന്നത് 30,000 രൂപ വില മതിക്കുന്ന സമ്മാനങ്ങൾ. Your time starts now. വലിച്ചിക്കറ്. വലിച്ച് ചങ്ങ പിന്നെ വലിച്ചെറി. ഏച്ചെറി. ഇങ്ങനെ കിട്ടിയതാ കിട്ടി. ഫസ്റ്റ് നമുക്കാണ് കിട്ടിയത്. പാത്തുമ്മ അങ്ങനെ അത് നീ അങ്ങ് പറഞ്ഞു. അളിയാ നീ പറ, ആർക്കാണ് കിട്ടിയത്? മോതിരം ഫസ്റ്റ് ഇട്ടത് എവിടെയാണെങ്കിലും കളറ് ഇങ്ങോട്ട് ഔട്ട് ഉണ്ട്. കളറാ ഇതാ നോക്കി ചോപ്പാണ്. ആ ഗ്ലാസ് മാറ്റും. അങ്ങനെ ഇതിലും നീ കള്ളു കുടിച്ചിട്ട് വരും. ഒന്നാമത്തെ ലെവലും രണ്ടാമത്തെ ലെവലും നമ്മൾ തോറ്റെങ്കിലും പക്ഷെ ബറോട്ട ഇറങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ പാത്തുമ്മ ചേച്ചി ചുവന്ന മോതിരമായിട്ട് വെളിയിലോട്ട് ചാടി ഇന്ദിരെ മലത്തി അടിച്ചിരിക്കുകയാണ്.